സ്വാഗതം ശ്രീ രാഹുൽ ഈശ്വർ. ഈ കേരളത്തിലെ ഒരു വലിയ വ്യവസായി ബോബി ചെമ്മണ്ണൂര് ഹണി റോസിന്റെ കെണിയിൽ വീണുപോയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഒരു ലൈംഗികമായ അധിക്ഷേപമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കെണിയിൽ വീണില്ലേ? സാറ് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഈ കെണി പോലുള്ള വാക്കുകൾ ഞാൻ ആരെയും അതിൽ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ തരമില്ല. ഒന്ന്, കുന്തി ദേവി അടക്കമുള്ള പ്രയോഗങ്ങൾ ശരിയാണോ? ശരിയല്ല. നമ്മുടെ നിയമത്തിന്റെ ഭാഷയിൽ അത് ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെന്റോ എന്നാണ് പറയുന്നത്. വളഞ്ഞ വഴി ഒരാളെ അപമാനിക്കുക, വ്യംഗ്യം വഴി ഒരാളെ അപമാനിക്കുക, ശരീരഭാഗങ്ങളെ പരാമർശിക്കുക, അത് ശരിയല്ല. പക്ഷേ എല്ലാവിധ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, ഹണി റോസിന്റെ ഡ്രസ്സിങ് ഓവറാന്ന് കരുതാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ? നമുക്ക് പരിചയമുള്ള, നമ്മൾ തന്നെ നമ്മളെ അന്വേഷിച്ചാൽ മതി, ആരോടെങ്കിലും ചോദിച്ചാൽ മതി, നമ്മൾ വെളിയിൽ പറയില്ലായിരിക്കും. ഒരു പക്ഷേ TV ചാനലിലോ അല്ലെങ്കിൽ ABC പോലെ ഒരു മെയിൻ സ്ട്രീം ഡിജിറ്റൽ ചാനലിലോ എന്ന ആൾക്കാർ പറയില്ലായിരിക്കും. പക്ഷേ ഹണി റോസിന്റെ ഡ്രസ്സിങ് കുറച്ച് വൾഗർ ആണെന്നും ഓവർ ആണെന്നും ചിന്തിക്കാത്ത ഒരാളെങ്കിലും ഈ നാട്ടിലുണ്ടോ എന്ന കാര്യം സംശയമാണ്. അവിടെയാണ് നമ്മൾ ഈ വിഷയത്തെ കുറച്ചുകൂടെ പക്വതയായി ഈ കാണണം, കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയി കാണണം ഈ വിഷയത്തിൽ. ഹണി റോസ് അപ്പൊ ശ്രീ രാഹുലേശ്വരെ ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്കപ്പോ ഓർമ്മ വരുന്നത് പണ്ട് യേശുദാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഇവിടുത്തെ യുവതികളുടെ അടുക്കല് നിങ്ങളെ ഇറുകിയ ജീൻസും മറ്റും ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അത് വലിയ വിവാദം ഉണ്ടായത് രാഹുൽ ഈശ്വർ ഓർമ്മിക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇനിയും കുറച്ച് സത്യസന്ധമായിട്ട് തന്നെ പറയാം. ദയവായിട്ട് ഈ 1 മിനിറ്റ് കേൾക്കുമ്പോൾ ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് തോന്നരുത്. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത വ്യത്യാസമാണ്. പുരുഷന്റെ ലൈംഗികത പ്രധാനമായി കണ്ണിലാണ്, വിഷ്വലാണ്. സ്ത്രീയുടെ ലൈംഗികത പ്രധാനമായി മെന്റലാണ്, അല്ലെങ്കിൽ തലച്ചോറിലാണ്, അവരുടെ ഭാവനയിലും ഇമാജിനേഷനിലുമാണ്. ഇത് രാഹുൽ ഈശ്വറിന്റെ കണ്ടെത്തലൊന്നുമല്ല, ഒരുപാട് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പുരുഷന്റെ സെക്ഷുവൽ സ്റ്റിമുലേഷൻ കൂടുതലും കണ്ണിലാണ് ഉണ്ടാകുന്നത്. സ്ത്രീയുടെ കുറെ കൂടെ റിലേഷൻഷിപ്സിലും മെന്റൽ ഡയമെൻഷനിലുമാണ് അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെയോ സെക്ഷുവൽ റിലേഷൻഷിപ്പിന്റെയോ തലങ്ങൾ ഉണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്, ഞാനോ സാറോ ബസ്സിൽ പോയാൽ നമ്മളെ തോണ്ടാൻ ഒരു സ്ത്രീയും വരാറില്ല. പക്ഷേ സ്ത്രീയെ തോണ്ടുന്നത് 100% തെറ്റാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഈ ഞരമ്പ് രോഗികൾ അടക്കം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പുരുഷന്റെ ലൈംഗികത കുറെ കൂടെ വൈഡും വൈൽഡുമാണ്, സ്ത്രീയുടെ ലൈംഗികത കുറെ കൂടെ പേഴ്സണലൈസ്ഡും ഫോക്കസ്ഡുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പട്ടാളങ്ങളൊക്കെ രാജ്യങ്ങൾ ഇൻവേഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ പട്ടാളവും അല്ല, ചില പട്ടാളങ്ങൾ മാസ് റേപ്പ് നടക്കാറുണ്ട് എന്ന്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ സ്ത്രീകളുടെ പട്ടാളം പുരുഷന്മാരെ മാസ് റേപ്പ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഈ ലോകത്ത് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളിൽ 99.99% സ്ത്രീയോട് പുരുഷൻ ചെയ്യുന്നതാണ്. അത് 100% തെറ്റുമാണ്. പക്ഷേ തിരിച്ച് സ്ത്രീ പുരുഷനെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ലൈംഗികത ബ്രെയിൻ വൈസോ ന്യൂറോളജിക്കലിയോ വ്യത്യാസമാണ്. ഒന്ന്. രണ്ട്, അവിടെയാണ് നമ്മുടെ സഹോദരിമാരോട് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം, പക്ഷെ റെസ്പോൺസിബിൾ ഡ്രസ്സിംഗ് എന്നൊരു കാര്യം കൂടിയുണ്ട്. സമൂഹത്തിൽ ഞരമ്പ് രോഗികളുണ്ട്, അമിത ലൈംഗികാസക്തികളുണ്ട്, വഷളന്മാരുണ്ട്, മോശക്കാരുണ്ട്. ഇനി സാധാരണ ആൾക്കാർ തന്നെ പ്രകോപനപരമായ വസ്ത്രങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അവരുടെ മെന്റാലിറ്റി മാറുന്നവരുണ്ട്. അപ്പൊ എന്റെ സഹോദരി വൈകിട്ട് 6 മണിക്കോ 8 മണിക്കോ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ മോളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അവളോടുള്ള ശ്രദ്ധയും കരുതലും കെയറും കൊണ്ടാണ്. അല്ലാതെ ഞാൻ പുരുഷ മേധാവിയായിട്ടല്ല, ഞാൻ സദാചാര ആംഗലയായിട്ടല്ല, ഞാൻ ഇവരെ പിടിച്ച് കെട്ടിയിടാൻ ആഗ്രഹിച്ചിട്ടല്ല. ഹണി റോസിനോട് താഴ്മയായിട്ടുള്ള അഭ്യർത്ഥന, ഹണി റോസിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ ഹണി റോസ് അതിനെ ഉൾക്കൊള്ളാൻ കൂടി തയ്യാറാകണം. ഉദാഹരണം, വളരെ പ്രമുഖയായ ഒരു വനിത തന്നെ ഹണി റോസിനെതിരെ ശക്തമായ വിമർശനവുമായി ഇന്നലെ വന്നിരുന്നു. എന്നിട്ട് അവർ പറയുന്നത്, ഫറ ഷിബ്ല എന്നാണ് അവരുടെ പേര്, അവരൊരു കലാകാരിയാണ്. അവരുടെ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്, മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഫറ ഷിബ്ല പറയുന്നത്, നമ്മുടെ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺനോട്ടത്തെയും ഏറ്റവും വിപണന സാധ്യതയുള്ള ഒരു കാര്യമാക്കി മാറ്റിയ ബുദ്ധിമതി ഹണി റോസ് ആണെന്നാണ്. അതായത് ഈ നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം, ഇത്തരം കാര്യങ്ങൾ വൾഗറായിട്ടുള്ള വീഡിയോസ് എടുക്കുക, ചില ആംഗിളുകളിൽ നിന്ന് എടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്തതും അതിനെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റിയത് ഹണി റോസ് എന്നാണ്. ഇത് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്, ഇത് ഫറ ഷിബ്ലയാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നാളെ എന്നെ അറസ്റ്റ് ചെയ്യും, സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞു. ഫറ ഷിബ്ല പറഞ്ഞാൽ കുഴപ്പമില്ല, അവർ സ്ത്രീ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മിതത്വവും മറ്റും ആവശ്യമാണ്. എന്റെ ഹണി റോസിനോടുള്ള റിക്വസ്റ്റോ ഞാൻ എല്ലാ മാധ്യമങ്ങളിലും പറയുകയും ചെയ്തിരുന്നു, മാപ്പ് സ്വീകരിച്ച് ആ കേസ് അവസാനിപ്പിക്കാമായിരുന്നു. അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാണെങ്കിൽ, പുള്ളി പറഞ്ഞത് ശരിയായില്ല,
മാപ്പ് പറയാൻ തയ്യാറായെങ്കിൽ എന്നിട്ട് മഹാഭാരതമൊക്കെ കൊണ്ടുവന്നു, മഹാഭാരതത്തിലെ കുന്തിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനൊന്നും ഒരു അർത്ഥമില്ല, നമുക്ക് എല്ലാം അറിയാം പുള്ളി എന്താ ഉദ്ദേശം. അപ്പോ അങ്ങനൊന്നും വളഞ്ഞു കെട്ടി കള്ളം പറയണ്ട. ഓണസ്റ്റി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് പോളിസി. അപ്പൊ അദ്ദേഹം എന്നിട്ട് ക്ഷമ പറയുകയാണെങ്കിൽ ആ ക്ഷമ സ്വീകരിച്ച് അത് അവസാനിപ്പിക്കാനുള്ളൊരു മനോഭാവം എടുക്കാമായിരുന്നു. ഇത് അനാവശ്യമായ കേസിലേക്കും മറ്റും പോയാൽ ദൂരവ്യാപകമായി എല്ലാവർക്കും ദോഷമാണ്. ഹണി റോസിന് അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇമേജോ അല്ലെങ്കിൽ പ്രശ്നക്കാരിയോ എന്നുള്ള ഇമേജ് വരുമ്പം അവരുടെയും ജീവിതത്തിൽ അവർക്കും ഇനോഗ്രേഷൻ അടക്കമുള്ള കിട്ടുന്ന കാര്യങ്ങൾ കുറെ, ഇനോഗ്രേഷനാണ് ഇവരുടെ പ്രധാന ഒരു വരുമാന മാർഗം എന്ന് നമുക്കറിയാം. അത് ഒരു മോശമൊന്നുമില്ല കേട്ടോ, അവരെ ഇഷ്ടമുള്ളതുകൊണ്ടും അവരെ കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടുമാണ് ആൾക്കാർ അവരെ വിളിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതൊരു വിവാദത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇതിനെ ഒരു തീവ്ര ഫെമിനിസ്റ്റ് കണ്ണടയിൽ വെച്ച് മാത്രം കാണരുത്. ഞാനൊരു സദാചാര ആംഗിളെ അല്ല, പക്ഷേ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു സുഹൃത്തിന്റെ ആംഗിളിൽ നിന്ന് പറയുകയാണ്. വസ്ത്രധാരണത്തിനും ചില മിതത്വങ്ങൾ വേണം, അത് ആവശ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ തന്നെ ആയിരിക്കാം അപ്പോൾ രാഹുൽ ഈശ്വർ നിൽക്കുന്നത് അല്ലേ? അങ്ങനെയല്ല സാർ, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അമിതമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ പുള്ളി പോലും മാപ്പ് പറയാൻ തയ്യാറായത്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ശരിയല്ല, ന്യായീകരണമില്ല, അല്ലെങ്കിൽ അന്യായമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയോണ്ട് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായി. ആ മാപ്പ് പറയുന്നത് തന്നെ പുള്ളി പറഞ്ഞത് തെറ്റായിപ്പോയി. ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് സ്റ്റേജിൽ നിന്ന് അവരെ അങ്ങനെ പറയുകയും പിന്നീട് കൈ പിടിച്ചവരെ തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാല ഇട്ടിട്ട് ഒന്ന് കറങ്ങി കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ടോണിലാണ്. കാര്യം ആ മാലയുടെ പുറകിൽ ഒന്നുമില്ല, മാലയുടെ പുറകിൽ വെറും ഒരു ചരട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ പിന്നിലൊക്കെ ഒരു ലൈംഗിക ചൊവ്വയോട്, സെക്ഷുവലി കളേർഡ് റിമാർക്സ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ ശിക്ഷാപരമായ ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്, മോഹൻലാലിന്റെ 2 വർഷം മുമ്പ് ഇറങ്ങിയ മോൺസ്റ്റർ എന്ന സിനിമയിൽ, 2022 ഇറങ്ങിയ സിനിമയിൽ മോഹൻലാൽ ഇതേ ഡയലോഗ് ഇതേ ഹണി റോസിനോട് പറയുന്നുണ്ട്, കുറെ കൂടെ രൂക്ഷമായിട്ട് പറയുന്നുണ്ട്. ഞാനത് എന്താന്ന് പറയുന്നില്ല. അതെ, അപ്പം ഇത്തരം സെക്ഷുവലി കളേർഡ് റിമാർക്സിനെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തതിന് ശേഷം ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നതിന് ഒരു കപട നിഷ്കളങ്കതയുണ്ട്, ഒരു സ്യൂഡോ നിഷ്കളങ്കതയുണ്ട്. അപ്പം അതിന്റെ ആവശ്യമില്ല. ആ കുട്ടിക്ക് വിഷമമായെങ്കിൽ, അവരുടെ വീട്ടുകാർക്ക് വിഷമമായെങ്കിൽ അതിനെ അംഗീകരിക്കണം, ക്ഷമ പറയണം, തീരണം. അതൊരു കേസാക്കി മാറ്റുന്നതിനോടോ അല്ലെങ്കിൽ നോൺ ബെയിലബിൾ ഓഫൻസ് ഒക്കെ ഇട്ടുന്ന സാറ് ശ്രദ്ധിച്ചു കാണും, പോലീസുകാർ കാറിൽ വളഞ്ഞു പിടിച്ചു നോക്കിയാണ്. ഇയാൾ തീവ്രവാദിയൊന്നും അല്ലല്ലോ, ഈ നാട് വിട്ടുപോകുന്നു പോണില്ലല്ലോ. ബോബി ചെമ്മണ്ണൂർ നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത പ്രശ്നം വ്യക്തിയൊന്നും അല്ലല്ലോ. ഒരുപാട് ചാരിറ്റിയും ഒരുപാട് നന്മയും ഒക്കെ ചെയ്യുന്ന രസകരമായ ഒരു മനുഷ്യനാണ് പുള്ളി, ഒരു മാവറിക്കാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന എല്ലാം ശരിയാണെന്നല്ല. ഈ ചൊവ്വയോട് പുള്ളിക്ക് 60 വയസ്സോളമായി. അപ്പൊ ആ പ്രായവും മറ്റും സീനിയോറിറ്റിയും ഒക്കെ ഉണ്ട്. പുള്ളി ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം, പക്വത കാണിക്കണം. പക്ഷേ അതിന് കിട്ടിയില്ലെങ്കിലേ 14 ദിവസം ജയിലിൽ കിടക്കും. ഇനി ഇപ്പൊ ഇന്ന് ഞാൻ അവരുടെ ടീമംഗങ്ങളിലെ ഒരാളെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ 10-14 ദിവസം ജയിലിൽ കിടക്കും. അപ്പം ഇതൊരു നെഗറ്റീവ്. അപ്പൊ അത്തരം ഒരു പ്രതികാര നടപടിയിലേക്ക് പോകരുത്. അല്ല, എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ പലരും പല നടന്മാർക്കുമെതിരെ രംഗത്ത് വന്നു, പക്ഷെ തെളിവുകൾ സഹിതമായിട്ട്. പക്ഷെ അവരുടെ മേലൊന്നും ഇത്തരത്തിലൊരു നടപടി പോലും ഉണ്ടായില്ലെന്നുള്ളതാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ മണിക്കൂറുകൾക്കകം നടപടി ഉണ്ടായി എന്നുള്ളത്. ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, മുഖ്യമന്ത്രി ഹണി റോസിനെ ഒക്കെ വിളിച്ച് സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നി. നവീന്റെ ഒരുപാട് പേരുടെ വീട്ടിൽ മുഖ്യമന്ത്രി വിളിക്കേണ്ട ആൾക്കാരുണ്ടായിരുന്നു, മുഖ്യമന്ത്രി വിളിച്ച് സംസാരിക്കേണ്ട ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഹണി റോസിനെ വിളിച്ചത് നല്ലതാണ്, അവർ പ്രമുഖ അഭിനേത്രിയാണ്, സൗത്ത് ഇന്ത്യ വഴി അറിയപ്പെടുന്ന താരമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അമിതാവേശവും ബാക്കി എല്ലാ കാര്യങ്ങളും മറയ്ക്കാൻ ഹണി റോസിന് നീതി നേടിക്കൊടുത്തു എന്നുള്ളൊരു പതാകയുമായി മുമ്പിലോട്ട് ചാടി ഇറങ്ങുമ്പോൾ അമിതാവേശമായി പോകാതിരിക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ഞാൻ സ്ഥിരം പുരുഷന്മാരോട് പറയാറുണ്ട്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പുരുഷനാണ് ജയിലിൽ പോകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു 30 വർഷം മുമ്പ് ഇത് 30 വർഷം മുമ്പ് നമ്മുടെ സഹോദരിമാരോടും സുഹൃത്തുക്കളോടും ഒക്കെ അമ്മമാര് പെൺമക്കളോടാണ് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല, നേരെ തിരിച്ച് പുരുഷനോടാണ്. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു നില വീണാലും നീ ജയിലിൽ പോകേണ്ടി വരും, അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ ഒരു കാലത്ത് നമ്മൾ തമാശയ്ക്ക് പറയാറ്, നിനക്കൊക്കെ അമ്മയും പെങ്ങളും ഇല്ലേടാ. ഇന്ന് നിനക്ക് ചോദിക്കേണ്ടി വരുന്നത്, നിനക്കൊക്കെ അച്ഛനും ആങ്ങളമാരും ഇല്ലേടേ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമീപ സമയത്ത് ഒരു ഹൈക്കോടതിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, പുരുഷന്മാർക്കും അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട് എന്ന്. പുരുഷന്മാർക്കും അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ട്. ആ അന്തസ്സും അഭിമാനവും തിരിച്ചറിയാൻ നമുക്കാകണം.
കണ്ണടച്ച് ഇരുട്ടാക്കരുത്, കാടടച്ച് വെടിവെക്കരുത്, ഇത്ര മാത്രമേ അതിൽ പറയുന്നുള്ളൂ. കണ്ണടച്ച് ഇരുട്ടാക്കുകയും കാടടച്ച് വെടിവെക്കുകയും ചെയ്യരുത്. എല്ലാവരും കുറെ കൂടെ മിതത്വം പാലിക്കണം. ആ മിതത്വത്തിലാണ് ഒരു സമൂഹം മുമ്പോട്ട് പോകുന്നത്. ആ ഒരു മോഡസ്റ്റി വേണം, എല്ലാവർക്കും വേണം. സംസാരത്തിലും വേണം, വസ്ത്രധാരണത്തിലും വേണം. വസ്ത്രധാരണത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഇപ്പൊ അമല പോൾ എനിക്ക് വലിയ ഇഷ്ടമുള്ള നടിയാണ്, അവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അമല പോൾ, ആസിഫ് അലി ഒക്കെ ആയിട്ട് നമ്മുടെ എറണാകുളത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ നടത്തുന്ന കോളേജിൽ പോയ പരിപാടി കണ്ടു കാണും. ഭയങ്കരമായിട്ട് ഇറങ്ങിയ ഡ്രസ്സും നെക്ക് ലൈൻ വളരെ താത്തിയുള്ള ഡ്രസ്സും പിള്ളേർ കൂവുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം? പിള്ളേരോട് എന്ത് പറയണം? എന്താ പറയണം? അവരുടെ ഡ്രസ്സ്, അവരുടെ വസ്ത്രം മാത്രമാണ്, നിങ്ങൾ ക്യാമറ എടുക്കരുതെന്ന് പറയണം. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് സംസാരിക്കണ്ടേ? നമുക്ക് കുറച്ച് യാഥാർത്ഥ്യബോധം കൂടി വേണ്ടേ? അപ്പൊ ഇത്തരം യാഥാർത്ഥ്യബോധം വേണമെന്ന് മാത്രമുള്ളതാണ് അഭ്യർത്ഥന. അപ്പൊ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, സ്ത്രീക്ക് എന്തുമാകാം, പുരുഷന് എന്തുമാകാൻ പാടില്ല എന്നാണ്. അങ്ങനെ പാടില്ല, അത് മാത്രമാണ് അതിലെ പോയിന്റ്. സ്ത്രീ, അതായത് പണ്ടൊരു കാലത്ത് നമ്മുടെ ചരിത്രത്തിൽ സാറും ഞാനും കിടക്കുന്ന പുരുഷവർഗം തെറ്റിയിട്ടുണ്ട്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിൽ പുരുഷൻ എന്തു ആവാം, സ്ത്രീക്ക് ഒന്നും ആവാൻ പാടില്ല എന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കാലാന്തരത്തിൽ തിരിച്ച് സ്ത്രീക്ക് എന്തു ആകാം, പുരുഷനൊന്നും ആവരുത് എന്ന അവസ്ഥയിലേക്ക് എത്തി. നമുക്ക് രണ്ടും വേണ്ട. സ്ത്രീക്കും സ്വാതന്ത്ര്യം വേണം, പുരുഷനും സ്വാതന്ത്ര്യം വേണം. പക്ഷെ ആ രണ്ട് സ്വാതന്ത്ര്യത്തിനും അതിർവരമ്പുകൾ വേണം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ലക്ഷ്മണ രേഖകൾ വേണം എന്ന് ഓർക്കുക. ലക്ഷ്മണരേഖ നമ്മുടെ ലക്ഷ്മണൻ വരച്ചത് സീതാദേവിക്ക് വേണ്ടിയല്ല, രാവണന് വേണ്ടിയാണ്. പല ഫെമിനിസ്റ്റുകളും തെറ്റിദ്ധരിക്കുന്നത് ലക്ഷ്മണരേഖ വരച്ചത് സീതയ്ക്ക് വേണ്ടിയാണെന്നാണ്. അല്ല, ലക്ഷ്മണരേഖ വരയ്ക്കുന്നത് രാവണന്മാർക്ക് വേണ്ടിയാണ്. അപ്പൊ ആ രാവണനെ അല്ലെങ്കിൽ നെഗറ്റീവിനെ എതിർത്ത് നിർത്താനുള്ള ഒരു ലക്ഷ്മണരേഖ നമുക്ക് വേണം. അതിൽ മാന്യമായ വസ്ത്രധാരണം, മാന്യമായ സംസാരം, മാന്യമായ ഇടപെടൽ, മിതത്വം, ഇതൊക്കെ സ്ത്രീയുടെയും പുരുഷന്റെയും ഭാഗത്തു നിന്നുണ്ടാകണം. പുരുഷനൊന്നും പറ്റില്ല, സ്ത്രീക്ക് എന്തുവാകാം എന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമായ മനോഭാവം പാടില്ല. അത് ബയസ്ഡ് ആണ്. സ്ത്രീകളെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന ഒരു കൾച്ചറാണ് നമ്മുടേത്. അങ്ങനെ തന്നെ വേണം, അവർക്ക് അനുകൂലമാകണം. പക്ഷേ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ദി ഹാറ്റ് പുരുഷനെ പിടിച്ച് ജയിലിൽ ഇട്ടാലേ സന്തോഷമുള്ളൂ. ഇന്ന് നമ്മുടെ പ്രധാന മാധ്യമങ്ങളൊക്കെ കണ്ടു കാണും, ആകെ ഒരു സന്തോഷത്തിന്റെ പരകോടിയിലാണ്. അതായത് ഇന്നത്തെ ഒരു ഇരയെ കിട്ടി, ഇനി ബോച്ചയാണ് ഞങ്ങളുടെ ഇര എന്ന് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലെ, ഇനി ഞാനാണ് നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ തീറ്റ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകരുത്. അത് എക്സ്ട്രീമാണ്. എന്തായാലും ഹണി റോസിന് ബോച്ചയുടെ ക്ഷമ സ്വീകരിക്കാനുള്ള മഹാമനസ്കത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ നന്മമരം എന്നുള്ള ഒരു ബിംബം ഇടിഞ്ഞു വീഴുമോ? ഇല്ല, അങ്ങനെയല്ല. പുള്ളി പണ്ടേ ഇങ്ങനെയാണല്ലോ. പുള്ളി പണ്ട് സംസാരത്തിലും, പുള്ളി പണ്ട് കൗമുദിയിലുള്ള ഒരു ടി വിയിൽ പറയുന്നുണ്ട് 9-ാം വയസ്സിലോ 12-ാം വയസ്സിലോ പുള്ളി മറ്റേ ബെൻസ് എടുത്തോണ്ട് ബാംഗ്ലൂരിൽ പോയി എന്നൊക്കെ. അപ്പൊ ചില ആൾക്കാർ താഴെ അത് ചോദിക്കുന്നുണ്ട്, അതിന് താഴെ ക്ലച്ചും ബ്രേക്കും ചവിട്ടാനുള്ള പൊക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ. ബോച്ചെ അങ്ങനെയാണ്. പുള്ളി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിയിൽ ഞാനായിരുന്നു ഹോസ്റ്റ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ ഫോട്ടോ എടുക്കാൻ നേരം മറ്റേ പുള്ളിക്ക് നെഞ്ചിൽ ഇടിച്ചെന്തോ ഒരു സാധനമുണ്ട്, അതായത് ഇങ്ങനെ എന്തോ ഇടിച്ച് പുള്ളിയുടെ ഒരു സാധനമുണ്ട്, അങ്ങനെ ചെയ്യണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അതൊക്കെ ചെയ്യാനൊരു മടിയാണ്, എന്നെക്കാട്ടി നല്ല പ്രായമുള്ള അങ്ങ് ചെയ്തോളൂ, എനിക്ക് അത്രയും ചെയ്യാൻ മടിയാണ്. പുള്ളി ഒരു ടൈപ്പാണ്, രസമുള്ള ഒരു ടൈപ്പാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ ശരിയാണ്, ഇനി ഏതെങ്കിലും സ്ത്രീക്ക് അങ്ങനെ താല്പര്യമില്ല, നെഗറ്റീവായി തോന്നുന്നെങ്കിൽ അവരോട് ഇത്തരം തമാശകൾ പറയരുത് എന്നൊരു പക്വതയും കൂടി അദ്ദേഹം കാണിക്കണം. ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് ഹണി റോസിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നീട് അത്തരം ഒരു ടീസിങ് ടോണിലോ സെക്ഷലി കളേർഡ് റിമാർക്സോ ഒന്നും തോന്നരുത്. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സെക്ഷലി കളേർഡ് റിമാർക്സ് പാടില്ല. പക്ഷെ സെക്ഷലി കളേർഡ് ഡ്രസ്സ് ആരെങ്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഇരട്ടത്താപ്പല്ലേ? ഓക്കെ, താങ്ക് യു രാഹുൽ ഈശ്വർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.